ഹായ് ഹലോ നമസ്കാരം. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇത് പ്രധാനമായിട്ടും പരീക്ഷ എഴുതാൻ പോകുന്ന DELED അധ്യാപക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ആദ്യം നമുക്ക് മനഃശാസ്ത്രത്തിൻ്റെ കുറച്ച് നിർവചനങ്ങൾ പഠിക്കാം. പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ നിർവചനങ്ങൾ തന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ആരുടേതാണ് ആ നിർവചനം എന്നുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത്, മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് ഉത്തരം അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ. ഇത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? ആത്മാവെന്ന് പറയുമ്പോൾ ആലോചിക്കുക, നമുക്ക് അരി ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ഒരു നേരമെങ്കിലും അരി ആഹാരം വേണം. അതൊരു ആത്മാവ് പോലെയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ അരി കഴിക്കുന്നത് നമ്മൾ എന്തിലാണ്? പ്ലേറ്റിലിട്ടിട്ടാണ്. അരി ആഹാരമൊക്കെ നമ്മൾ കഴിക്കുക പ്ലേറ്റിലിട്ടിട്ടാണ് അല്ലേ? അപ്പോൾ മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആത്മാവ് എന്നുള്ള വേർഡ് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ആത്മാവെന്ന് പറയുമ്പോൾ അരി പ്ലേറ്റിലിട്ടിട്ട് അരി ആഹാരം പ്ലേറ്റിലിട്ട് കഴിക്കുന്നു എന്ന് ആലോചിക്കുക. പ്ലേറ്റ് എന്ന് പറയുമ്പോൾ പ്ലേറ്റോയും അരി എന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടിലും ആലോചിക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തത്, മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. ഇത് പറഞ്ഞത് CF വാലൻ്റൈൻ. ആരാണ്? CF വാലൻ്റൈൻ. എങ്ങനെ ഇത് പഠിക്കുക? മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേർഡ് മനസ്സാണ് അല്ലേ? ഈ മനസ്സൊക്കെ കൈമാറുന്നത് എപ്പോഴാണ്? വാലൻ്റൈൻസ് ഡേക്കൊക്കെ ആണ് അല്ലേ? അപ്പോൾ CF വാലൻ്റൈൻ. ഓക്കെ. മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് CF വാലൻ്റൈൻ. ആ ഒരു പേര് ജസ്റ്റ് ഓപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ അതൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മനഃശാസ്ത്രം ബോധത്തിൻ്റെ ശാസ്ത്രം. മനഃശാസ്ത്രം ബോധത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? വില്യം വൂണ്ട്, വില്യം ജെയിംസ്. ആരൊക്കെയാണ്? വില്യം വൂണ്ടും വില്യം ജെയിംസും. ഇതെങ്ങനെയാണ് പഠിക്കുക? ഇവിടെ മെയിനായിട്ട് വരുന്ന ഒരു വേർഡാണ് ബോധം എന്നുള്ളത് അല്ലേ? ഒരു ബോധവും ഇല്ലാതെ കണ്ണും മൂക്കൊന്നും നോക്കാതെ ഇടിക്കുന്നത് ആരാണ്? വില്ലന്മാരാണ് അല്ലേ? അല്ലേ? അപ്പോൾ രണ്ട് വില്ലന്മാർ ഇവിടെ ഉണ്ട്, വില്യം വൂണ്ടും വില്യം ജെയിംസും. അപ്പം മനഃശാസ്ത്രം ബോധത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. ഓക്കെ. ഇവിടെ ഞാൻ ക്ലാസ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ടാവും. ഒരുപാട് ലാഗടിപ്പിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഒരുപാട് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ ക്ലാസ്സിൽ സ്പീഡ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ സ്പീഡ് കുറവാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിനനുസരിച്ച് അടുത്ത ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഓക്കെ. ഇനി അടുത്തൊരു നിർവചനം നമുക്ക് നോക്കാം. മനഃശാസ്ത്രം വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. മനഃശാസ്ത്രം വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടെ വരുന്ന പ്രധാന പോയിന്റ് വ്യവഹാരമാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ പെരുമാറ്റമാണ്. നോക്കൂ, നമ്മുടെ പെരുമാറ്റമൊക്കെ ഏത് രീതിയിലാണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കാം അല്ലേ? പെട്ടെന്ന് ദേഷ്യപ്പെടാം. ചിലപ്പോൾ പെട്ടെന്ന് വളരെ ശാന്തമായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ചില പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമ്മൾ വാട്ട് എന്ന് പറഞ്ഞു പോകും അല്ലേ? അപ്പോൾ വാട്സൺ, JB വാട്സൺ. മനഃശാസ്ത്രം വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞത് JB വാട്സൺ. അപ്പോൾ വ്യവഹാരങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് വാട്ട്, എന്താണിത് എന്നുള്ള ഒരു ചോദ്യം വരണം, ഓർമ്മ വരണം കേട്ടോ. അപ്പോൾ മനഃശാസ്ത്രം വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് JB വാട്സൺ. മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ഇത് പറഞ്ഞത് റോബർട്ട് എ ബാരൻ. ഇത് ആലോചിക്കേണ്ടത് മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ച്. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 കാര്യങ്ങളാവുമ്പോൾ 2 കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത് ആർക്കാണ്? റോബർട്ടിനാണ് അല്ലേ? ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ വെറുതെ ഞാൻ പറയുന്ന ക്ലൂ എടുക്കണം എന്നില്ല കേട്ടോ. അല്ലാത്ത രീതിയിലായാലും പഠിച്ചാൽ മതി. വെറുതെ പറയുന്നുള്ളൂ. മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് എ ബാരൻ. ഇനി ഒന്നും കൂടെ ഉള്ളൂ.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് R.S. വുഡ്വർത്ത്. ഒന്നുകൂടെ പറയാം, മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് R.S. വുഡ്വർത്ത്. R.S. വുഡ്വർത്ത്. നിർവചനങ്ങൾ കഴിഞ്ഞു. ഇനി പുതിയ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.